ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. ഐ ആം കേരളൈറ്റ്. നമുക്ക് യാത്ര തുടരാം. തായ്ലൻഡിലൂടെയുള്ള യാത്രയാണിത്. നല്ല പൊരി വെയിലത്തുള്ള യാത്രയാണ് ഓട്ടോയിൽ. ഇതാണ് സൂവ്. കഴിഞ്ഞ ദിവസം അവിടെ ഒരാളെ കടുവ പിടിച്ചതൊക്കെ കണ്ടില്ലേ നമ്മൾ തായ്ലൻഡിൽ ന്യൂസിൽ? അത് ആ പ്ലേസാണിത്. അവിടെ കുഞ്ഞു പിള്ളേരുള്ളവരെ അകത്ത് കയറ്റി വിടില്ല. നമുക്ക് ജസ്റ്റ് കാണാൻ പറ്റും, അല്ലെങ്കിൽ കടുവയുടെ ഒപ്പമൊക്കെ പോകാൻ പറ്റുമായിരുന്നു. ഞങ്ങൾ പോയില്ല. ഇത് ജെയിംസ് ഗാലറിയാണ് ഫുക്കറ്റിലെ. അത് നല്ല ഗോൾഡ് ഡയമണ്ടൊക്കെ മേക്ക് ചെയ്യുന്നൊരു സ്ഥലമായിരുന്നു. ഇതൊരു റെസ്റ്റോറൻറ്റാണ്. ഞങ്ങൾ ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റ്. തായ് ഫുഡാണ് കഴിച്ചത്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു അവിടുത്തെ. വാക്ക് കിടന്ന് ഉറങ്ങുകയാണ്. ക്ഷീണം കൊണ്ട്, അതുപോലെ വെയിലായിരുന്നു. പിന്നെ അവിടെയാണ് നമ്മുടെ വേൾഡിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു മേക്കിങ്ങിൻ്റെ ഗോൾഡൻ ഡയമണ്ടൊക്കെ. ഇതവിടെ ഒരു ഓട്ടോ കണ്ടത്. ഇത് ഓൾഡ് ടൗൺ ആണ് ഫുക്കറ്റിലെ. അവിടുത്തെ മസാജിങ് സെൻ്ററാണത്. ആ ഓട്ടോയിലൊക്കെ നമുക്ക് മ്യൂസിക്കൊക്കെ വെച്ച് ടൂറിസ്റ്റുകളെയൊക്കെ കൊണ്ടുപോകും. ഇതവിടുത്തെ ഫുഡ് സ്ട്രീറ്റാണ്. ഫുഡ് സ്ട്രീറ്റിൽ നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡ് കാണാൻ പറ്റും. നോൺ വെജ് ആയിട്ടും അല്ലാതെയൊക്കെ. നോൺ വെജ് ആയിട്ടുള്ളതിനൊക്കെ ഒരു ചെറിയ മധുരത്തോടു കൂടിയാണ്. തായ് ഫുഡ് കഴിച്ചിട്ടുള്ളവർക്കറിയാം. കുറേയൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. കുറേ കഴിയുമ്പോൾ നമ്മൾ മടുക്കും. നമുക്ക് എന്തെങ്കിലും രാജ്യക്കാരാണ് അവരുടെ ഫുഡ് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡുണ്ട് അവിടെ. നമുക്കതെല്ലാം അവർ ലൈവായിട്ട് ഉണ്ടാക്കി തരും. അങ്ങനെ ഒത്തിരി ഫുഡ് സ്ട്രീറ്റുകൾ ഇവിടെ ഉണ്ട്. അതൊരു വൈബാണ് നൈറ്റിലെ. അവർ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുന്ന അവരുടെ ഒരു ഭാഗമാണ് ഫുഡ് സ്ട്രീറ്റുകൾ. മെയിൻ ഭാഗം എന്ന് തന്നെ പറയാം. സീ ഫുഡുണ്ട്, അല്ലാത്ത നോൺ വെജുകളുണ്ട്. അങ്ങനെ എല്ലാവരും കുക്കിങ്ങിൻ്റെ തിരക്കിലാണ് അവിടെ. ഇത് ഞങ്ങൾക്ക് ഫിഫി ഐലൻഡിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. ഇതും ഓട്ടോറിക്ഷക്കാരൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നൊരു പ്ലേസാണ്. അത് ഞങ്ങൾ അന്ന് ബുക്ക് ചെയ്തിട്ട് പിറ്റേന്ന് പോയതാണ്. ഞങ്ങളോടൊപ്പം ഒരുപാട് രാജ്യക്കാരും ആ ബോട്ടിലുണ്ടായിരുന്നു. പല പല തട്ടുകളായിട്ട്. പക്ഷേ അകത്തിരുന്നാൽ നമുക്ക് വോമിറ്റിംഗ് സെൻസേഷൻ, എനിക്ക് വോമിറ്റിംഗ് സെൻസേഷനൊക്കെ വന്നതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി ഇരുന്നതാണ്. അങ്ങ് വരെ പുറത്ത് ഇറങ്ങി. കൊച്ച് ഉറങ്ങുമായിരുന്നു. അവനെയായിട്ട് ഞാൻ വെളിയിലിരുന്ന് അങ്ങ് വരെ എൻജോയ് ചെയ്ത് പോയ ഒരു 2 മണിക്കൂറോളം ഉണ്ട് ഐലൻഡിലേക്ക് നമ്മൾക്കിങ്ങനെ യാത്ര ബോട്ടിലൂടെ. പക്ഷെ ഒട്ടും നമുക്ക് ബോറടിക്കില്ല. ആ പുറത്തിരുന്ന് ആ വെള്ളം ഒഴുകുന്നതും ദൂരേക്ക് എവിടെ എത്തി, എത്ര ദൂരം ഉണ്ടെന്നൊക്കെ നോക്കിയിരുന്ന് ഇതുപോലെ പാറയും എന്ത് മനോഹരമായിരുന്നു എന്നറിയോ. നമ്മുടെ കൺകുളിർക്കെ നമുക്കിതെല്ലാം കണ്ട് ആ നേച്ചറിൻ്റെ ഭംഗി ആസ്വദിച്ച് വളരെ ബോറടിക്കാതെ ആ 2 മണിക്കൂർ പോകുന്നതേ നമ്മളറിയില്ല. അതുപോലെ എൻജോയ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു അനുഭവമായിരുന്നു അത്. ഇപ്പോൾ ഫിഫി ഐലൻഡിലേക്ക് പോകുന്ന യാത്ര നമുക്ക് കാണാം. തായ്ലൻഡിലെ അട്രാക്ഷൻ, അവർ ഒത്തിരി വിദ്യാഭ്യാസമുള്ളവരൊന്നുമല്ല. പക്ഷേ അവരുടെ ആ റെസ്റ്റോറൻറ്റുകളിലെയൊക്കെ ലേഡികളായിട്ടുള്ളവരുടെയൊക്കെ ഒരു പെരുമാറ്റവും ഈ രീതിയൊക്കെ കണ്ട്, ബഹുമാനവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയുക, അവരുടെ ആ ഒരു വെൽക്കമിങ് എന്ന് പറയുന്നത് വളരെ ഭവ്യതയോടെയാണ്. ചെല്ലുമ്പോഴേ കൈയൊക്കെ കൂപ്പി അവരുടേതായ ഒരു കൾച്ചർ അവർ കാണിക്കുന്നതും ഒരു നല്ലൊരു അനുഭവമാണ് അവർക്ക്. ഭാഷയൊന്നും അറിയില്ലെങ്കിലും അവർ അവരുടേതായ ആംഗ്യ ഭാഷയിലും ഒക്കെ ആയിട്ട് അവരുടെ കൾച്ചറിലൂടെയും ഒക്കെ അവരൊരു നല്ലൊരു അനുഭവം നമുക്ക് തരും. ടൂറിസ്റ്റുകളെ സ്വീകരിക്കുക, അതിലൂടെ വരുമാനമാർഗം നേടുക എന്നുള്ളതാണ് തായ്ലൻഡിലെ മിക്ക സ്ഥലങ്ങളിൽ നമുക്ക് കാണാം. അതാണ് അവരുടെ മെയിൻ ജോബ് എന്ന് പറയുന്നത് അവിടെ.
ഇതുപോലുള്ള റെസ്റ്റോറൻറ്റുകൾ നടത്തുക. ലേഡികളടക്കം ഒരുപാട് പേരാണ് അങ്ങനെ റെസ്റ്റോറൻറ്റുകളൊക്കെ അവിടെ നടത്തുന്നത്. അതുപോലെ മെയിനായിട്ട് ഫുഡ് സ്ട്രീറ്റുകൾ, പിന്നെ ഇതുപോലുള്ള ഐലൻഡ് യാത്രകൾ, അതൊക്കെയാണ് മെയിനായിട്ടും തായ്ലൻഡിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ബാങ്കോക്കിലേക്കൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ വേറൊരു രീതിയാണ്. അവിടെ കൂടുതലും മറ്റ് ബിസിനസ്സുകളാണ്, തുണിയായിട്ടും മറ്റുമൊക്കെയുള്ള ബിസിനസ്സുകളാണ്. അങ്ങനെ നമ്മൾ ഫി ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. നോക്കൂ എത്ര ബ്യൂട്ടിഫുള്ളാണ്. ആ വെള്ളത്തിൻ്റെ കളറൊക്കെ നോക്കുക, എന്ത് ബ്യൂട്ടിഫുള്ളാണ്. അവിടെ നമുക്ക് ഒത്തിരി ആക്ടിവിറ്റീസൊക്കെ ചെയ്യാം. കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോകാനുള്ളതുണ്ട്, ബോട്ടിൽ പോകാനുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ കൊച്ചുകളോട് അങ്ങനെയൊന്നുള്ള ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തില്ല. പക്ഷേ അവിടെ ആ ബീച്ചിൽ തന്നെ ആ വൈബ് തന്നെ വളരെ മനോഹരമായിരുന്നു. വളരെ നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അവിടെ നിന്ന് നല്ല വെയിലത്താണ് നമ്മൾ പോയത്. നമ്മുടെ സായിപ്പന്മാരും മാതാമ്മമാരും ഒക്കെ അവിടെ വെയിൽ കൊള്ളാനായിട്ട് വരുന്നു. നമ്മൾ അവിടെ പോയി വെയിൽ കൊണ്ട് നമ്മൾക്ക് നന്നായിട്ട് ടാനൊക്കെ അടിക്കും. നല്ല കരിഞ്ഞു നിൽക്കുന്നൊരവസ്ഥയാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നല്ലൊരു എൻജോയ്മെൻറ്റിനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഉണ്ട്. അതുപോലെ വളരെ മനോഹരമാണ് അവിടെ. നമ്മുടെ ബീച്ചിനേക്കാളും ഒക്കെ ആ ബീച്ചിനൊരു പ്രത്യേക ഒരു കളറും ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് അവിടുത്തെ ബീച്ചുകൾക്കൊക്കെ. നോക്കും, നമുക്ക് ഈ വീഡിയോയിൽ കൂടെ തന്നെ കാണാം എത്ര മനോഹരമാണ് ആ ബീച്ചെന്ന്. ഇവിടെ ഒരുപാട് ബീച്ചുകളുണ്ട്. ഈ ഫിഫി ഐലൻഡിൽ മാത്രമല്ല, നമ്മൾ അവിടെ വേറൊരു നമ്മുടെ പട്ടാങ് എന്ന് പറയുന്നൊരു സ്ഥലത്ത് പോകുന്ന നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അവിടെയാണെങ്കിലും മലയോരത്ത്, മലയുടെ അടിഭാഗത്ത് കടലുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും നമ്മുടെ നാട്ടിലൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതൊക്കെ ഒരു പുതിയ അനുഭവമായിട്ട് നമുക്ക് തോന്നും. വലിയ കുന്നും മലയും ഒക്കെ കയറി റോഡിൽ കൂടെ, അവിടെയൊക്കെ റോഡിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് സ്കൂട്ടറിലൊക്കെ യാത്ര ചെയ്യാനൊക്കെ ഉള്ള അവസരമുണ്ട്. അവിടെ നമുക്ക് സ്കൂട്ടറൊക്കെ റെൻറ്റിനെടുത്ത് പോയി അവിടെ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ പോകുമ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കതൊക്കെ ഒരു അത്ഭുതമാണ്. അതുപോലെ കടലിന് മുകളിലൂടെ പാരച്യൂട്ടിലൂടെ റൈഡ് ചെയ്യാനും ഒക്കെയുള്ള ഇതെല്ലാം അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മറ്റൊരു റെസ്റ്റോറൻ്റാണ്. ഇതെല്ലാം തായ് റെസ്റ്റോറൻറ്റുകളാണ്. അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡിനൊക്കെ വേറെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ലാത്ത നല്ല ഫുഡൊക്കെ കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളാണിത്. തായ് ഫുഡാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. നല്ലൊരു വൈബിലുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു അത്. ഇതാണ് ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ച ഫുഡ്. സ്ക്വിഡ്, റൈസും ഒക്കെ. ഇതൊക്കെ നമുക്ക് ഇതൊരു പോർക്കിൻ്റെ സ്റ്റേക്കുമായിരുന്നു. ഇത് ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ ഭാഗമായിരുന്നു. ഇത് പിറ്റേന്ന് നമ്മൾ ആ ടൗണിൽ ഫുക്കറ്റ് ഓൾഡ് ടൗണിൽ കൂടെ നടക്കാൻ ഇറങ്ങിയതാണ്. നോവാക്കിന് സ്ട്രോളറിലാണ് കൊണ്ടുവന്നത്. അവിടെ നിന്ന് ഒത്തിരി നടന്ന് കാണാനുള്ളതുകൊണ്ട് സ്ട്രോളർ ഉള്ളത് കൊണ്ട് ഒത്തിരി ഉപകാരപ്പെടും നമുക്ക്. അങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ കാണാം. മസാജിങ് സെൻറ്ററും ഒക്കെ ഉണ്ട്. ഇത് ഞങ്ങൾ പട്ടാങ്ങിൽ പോയി. അതിനുശേഷം പട്ടാങ്ങിൽ പോയതിൻ്റെ കുറച്ച് ദൃശ്യങ്ങളൊക്കെയാണ്. അവിടുത്തെ റെസ്റ്റോറൻറ്റും അവിടുത്തെ ഞങ്ങൾ താമസിച്ച ഹോട്ടലും ഒക്കെയാണ്. ഇതാണ് ഫുഡ് സ്ട്രീറ്റ്. ഇതൊക്കെ എന്താണെന്നറിയാലോ. ഇവിടെ നല്ല തിരക്കേറിയ ഒരു ഫുഡ് സ്ട്രീറ്റാണ്. പട്ടാങ് എന്ന് പറയുന്ന ബീച്ചിൻ്റെ അരിയിലുള്ള ഫുഡ് സ്ട്രീറ്റാണ്. വളരെ തിരക്കുള്ള ഒരു തായ്ലൻഡിലെ ഒരു പ്ലേസാണിത്. നൈറ്റ് വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ആ നൈറ്റ് വൈബ് ശരിക്കും അറിയാൻ പറ്റുന്നത്. പട്ടാങ് എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള പട്ടായ പോലെ തന്നെയുള്ളൊരു സ്ഥലമാണ്. ഈ ഒരു വിഭവം അവരുണ്ടാക്കുന്നുണ്ടോ. ഇത് ഫ്രൂട്ട്സൊക്കെ ഇട്ട് കരിക്കൊക്കെ വെച്ച് തേങ്ങയ്ക്കകത്ത് വെച്ച് തരുന്ന ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വിഭവമാണ്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അവിടെ
സ്പാ ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നോവാക്ക്. ഇങ്ങനെയാണത്. അതിനകത്ത് കരിക്കും ഫ്രൂട്ട്സും ഒക്കെ വെച്ച് നമുക്കങ്ങനെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ എടുത്തിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡിഷായിരുന്നു അത്. ഇത് നമുക്ക് തേള്, പാറ്റ, അങ്ങനെ വെറൈറ്റി ഓഫ് ഐറ്റംസ് ഒരുപാടുണ്ട്. ക്രൊക്കോഡിലും അങ്ങനെ വ്യത്യസ്തമായ ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൽ പാറ്റായി ട്രൈ ചെയ്യുന്നത് നമുക്ക് ഉടനെ കാണാം. നോവാക്ക് കുപ്പി കണ്ടപ്പോൾ അതിലേക്ക് അട്രാക്റ്റഡായി. നല്ലൊരു നൈറ്റ് വൈബ് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാം. എല്ലാവരും നല്ല തിരക്കേറിയ കുക്കിങ്ങിലും ഈറ്റിങ്ങിലും ഒക്കെയാണ്. ഇനി നമ്മൾ പാറ്റയെ കഴിക്കാത്തിരിക്കുകയാണ്. ഞാൻ കഴിച്ചില്ല, എനിക്കങ്ങനെയുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ല. ഹസ്ബൻഡിന് അത് പറ്റും. ഹസ്ബൻഡ് അത് ട്രൈ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുഴുവാണ് ആയിരിക്കുന്നത്. അപ്പോൾ പാറ്റയെ ട്രൈ ചെയ്യുക. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് നോക്കുകയാണ്. കഴിച്ചിട്ട് പറഞ്ഞത് പാറ്റയുടെ ടേസ്റ്റ് അങ്ങനെ നമുക്ക് തിരിച്ചറിയാനൊന്നും പറ്റില്ല. കാരണം അവരൊത്തിരി എന്തൊക്കെയോ ഉപയോഗിച്ച് അത് ഒരുപാട് ക്ലീൻ ചെയ്ത് എന്തൊക്കെയോ സോസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നത്. കറിവേപ്പില ഫ്രൈ ചെയ്തിട്ട് കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് ഫീൽ ചെയ്തതെന്നാണ് എന്നോട് പറഞ്ഞത്. എങ്കിലും നമുക്കതൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ കണ്ടുകൊണ്ട്. ഇവർക്കൊക്കെ പറ്റും, ഇങ്ങനെയുള്ളവരൊക്കെ കഴിക്കും, അങ്ങനെ മടിയൊന്നും ഇല്ലാത്തവർ. തേളിനെ ഏതായാലും ട്രൈ ചെയ്തില്ല. അത് ശകലം വിഷമൊക്കെ ഉള്ളതായിട്ട് ആയതുകൊണ്ട് അത് ട്രൈ ചെയ്യാനായിട്ട് മുതിർന്നില്ല. നോക്കൂ ഹൗ ഹീസ് എൻജോയിങ്. അവിടുത്തെ ഫുഡ് സ്ട്രീറ്റിലെ കാഴ്ചകൾ. പിന്നെ ഈ ഒരു വിഭവം, ഇതൊരു എന്താ പറയുക, നമ്മൾ പൊറോട്ടയുടെയൊക്കെ ഒരു സ്റ്റൈല്, വേറൊരു സ്റ്റൈലിൽ ഉണ്ടാക്കി തരുന്നൊരു ഇതാണ്. അതിൽ ചോക്ലേറ്റ് വെച്ചോ, അതും നമുക്കിഷ്ടമുള്ള സോസുകളൊക്കെ പറഞ്ഞാൽ അവർ വെച്ച് തന്നിട്ട് അവിടെ എന്തൊക്കെ അവൈലബിൾ ആണോ അതിലേതെങ്കിലും നമുക്ക് പറഞ്ഞാൽ, ന്യൂട്ടല്ലയുണ്ട്, അങ്ങനെയുള്ള എന്തെങ്കിലും അവിടെയുള്ളത് എന്താണോ അതൊക്കെ ചോദിച്ചാൽ ഇത് ന്യൂട്ടല്ല വെച്ചിട്ടുള്ളതാണ്, ബനാന വെച്ചിട്ട് ഉണ്ട് പഴുത്ത്, അങ്ങനെ അവർ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കി തരും. അതൊക്കെ ഒരു ആശ്വാസത്തിന് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. കുറേ അവിടുത്തെ ഫുഡൊക്കെ മടുത്ത് കഴിയുമ്പോൾ. ഇതൊക്കെ പിന്നെ നോർമലായിട്ടുള്ളതാണല്ലോ. പിന്നെ അവിടുത്തെ ഒരു നൈറ്റ് വൈബ്. ഇത് ബീച്ചിലെ ഫോട്ടോസാണത്. ഇത് ഫുഡ് സ്ട്രീറ്റിലെ കുറച്ച് പിക്ചേഴ്സാണ്. നമുക്ക് എന്ത് തിരക്കാണെന്ന് അവിടെ ഫുഡ് വാങ്ങിക്കാൻ. ഏതൊക്കെ രാജ്യക്കാരാണ് അവിടെ നിരന്ന് നിൽക്കുന്നത്. എല്ലാ ഫുഡിൻ്റെ അടുത്തും കാണും ഓരോ ക്യൂ. എല്ലാവരും ഇങ്ങനെ കാത്ത് നിൽക്കുകയായിരിക്കും അവിടെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഫുഡ് അപ്പം തന്നെ ലൈവായിട്ട് കിട്ടാൻ വേണ്ടി. ഏത് ഫുഡിൻ്റെ അടുത്ത് ചെന്നാലും അവിടെ ഒരുപാട് പേര് ഓൾറെഡി പറഞ്ഞിട്ട് അവർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. അവരെപ്പോഴും തിരക്കായിരിക്കും. അതുപോലെ ചിലവാണ് ഈ നൈറ്റിൽ ഈ ഫുഡ് സ്ട്രീറ്റുകളിലെല്ലാം. ഇതൊക്കെയാണ് അവരുടെ പ്രധാന വരുമാന മാർഗം. അവരെങ്ങനെയൊക്കെയാണ് ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നത് നോക്കി, സ്വീകരിക്കുന്നത് അവരുടെ ടൂറിസ്റ്റുകളെ.
നമുക്ക് എന്ത് തരം സീ ഐറ്റംസ് ഒക്കെയാണ് ഇരിക്കുന്നത്. ഇതൊക്കെയാണ് അവിടുത്തെ നൈറ്റിലെ ഫുഡ് സ്ട്രീറ്റിലെ കാഴ്ച. ഒരുപാട് വെറൈറ്റികളുണ്ട് അവിടെ. ഫിഷായിട്ടും ചിക്കനായിട്ടും പോർക്കായിട്ടും ബീഫായിട്ടും അങ്ങനെ പ്രോൺസായിട്ടും ഒക്കെ ഒരുപാട് വിഭവങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇത് അവിടുത്തെ പട്ടാങ് എന്ന് പറയുന്ന ടൗണാണ്. അതുപോലെ ഡാൻസ് ബാറുകൾ ഒരുപാടുണ്ട് ഇവിടെ. അവിടുത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ അവിടെയും ഒരുപാട് ഡാൻസും ബഹളവും ആളുകളും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ആഘോഷ രാവെന്ന് പറയാം. അതാണ് പട്ടാങ് ബീച്ച്. അതിൻ്റെ അരികിൽ തന്നെയുണ്ട്. ടൂറിസ്റ്റുകളുടെ ഒരു വൻ തിരക്ക് തന്നെ നമുക്ക് അവിടെ കാണാം ആ നൈറ്റിൽ. ഇതാണ് പട്ടാങ് ബീച്ച്, ഫുക്കറ്റ്, തായ്ലൻഡിലെ. ആ ബീച്ചിന് അടുത്തുള്ള ഒരു ടൗണാണ്, ആ ഏരിയയാണ് ഇത്. നമുക്ക് അതിനപ്പുറത്ത് ബീച്ചും ആ ബീച്ചിൻ്റെ ഭാഗങ്ങളിലൂടെയാണ് റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മലയോര പ്രദേശങ്ങളിലൂടെ പോകുമ്പോൾ താഴെ വശത്ത് നമ്മൾക്ക് കടലും കാഴ്ചകളും ഒക്കെ കാണാൻ സാധിക്കുന്നത്. സ്കൂട്ടറിലൊക്കെ റൈഡ് ചെയ്ത് നമുക്ക് അവിടെ എല്ലാം കാണാൻ പറ്റും. അടുത്ത കുറച്ച് പിക്ചേഴ്സും വീഡിയോസുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവരും അവരവരുടേതായ ഒരു ലോകത്താണ് അവിടെ. പരസ്പരം അറിയുന്നവരാരുമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടേതായ ഒരു വേൾഡിൽ അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാണ്. ഫാമിലിയായിട്ട് വരുന്നവർ നമുക്ക് ഒരുപാട് പേരെ അവിടെ കാണാൻ പറ്റും. നമ്മുടെ രാജ്യത്തൊന്നും തന്നെയല്ല, മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഒക്കെ. ഇതൊക്കെ ഓരോ ഡാൻസ് ബാറുകൾ ഒക്കെയാണ്. നല്ല മ്യൂസിക്കിൻ്റെ അതാണ് അവിടുത്തെ ഒരു ബഹളം. മ്യൂസിക്കും ആളുകളുടെ ബഹളവും ഡാൻസും ഒക്കെ ആയിട്ട് അവിടെ ഒരുപാട് സ്ത്രീകളെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അവരുടെ ഡാൻസും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അവരവിടെ നിൽക്കുന്നുണ്ടാവും. അവരുടെ വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ അലൗഡ് അല്ല, അതിന് പേ ചെയ്യണം. അതാണ് അവർ ആ ബോർഡുമായിട്ട് അടുത്തേക്ക് വരുന്നത്. ഒക്കെയാണ് അവിടെ. അങ്ങനെ നമ്മൾ പട്ടാങ് ബീച്ചിലേക്ക് കടന്നു. അതാണ് ബീച്ചിൻ്റെ ഭാഗമാണ്. അവിടെയുള്ള ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്.
നല്ല ഭംഗിയായിട്ട് അവരവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് പിക്ചേഴ്സൊക്കെയാണ്. ഇത് ഞങ്ങളവിടെ താമസിച്ച ഹോട്ടൽ ബീച്ചിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലാണ്. അത് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഹോട്ടലാണ്. സ്വിമ്മിംഗ് പൂളും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് മറ്റ് രാജ്യക്കാരായിരുന്നു അവിടെ കൂടുതലുണ്ടായിരുന്നത്, യൂറോപ്യൻസൊക്കെ. ഇന്ത്യൻസ് അവിടെ കുറവായിരുന്നു ഹോട്ടലിൽ താമസിക്കുന്നത്. ഇത് അവിടുത്തെ ഒരു ബീച്ചിലെ ഒരു പകലിലെ ഒരു വൈബാണ്. രാത്രി ആയിരുന്നുകൊണ്ട് അവിടുന്ന് രാത്രിയിൽ ഒത്തിരി പിക്ചേഴ്സൊന്നും കിട്ടിയില്ല, ഇരുട്ടായിരുന്നു. പകൽ നല്ലൊരു അവിടെ കപ്പലൊക്കെ വന്ന് കിടപ്പുണ്ട്. അതിൻ്റെ അപ്പുറഭാഗത്ത് ആനയെ കുളിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് ക്ലിയറായിട്ട് എടുക്കാൻ പറ്റിയില്ല. ഇത് ഒഴിഞ്ഞൊരു ഭാഗമാണ്, കുറച്ച് 1-2 പേര് മാത്രം അവിടെ ഉള്ളായിരുന്നു. നല്ലൊരു വൈബായിരുന്നു. ബീച്ചിൻ്റെ ഒരു ഭാഗമാണത്. നോക്കൂ, മലയുടെ താഴ്വാരത്ത് കടലിൻ്റെ ഭാഗമാണ് ഇവിടെ. മുകളിലേക്ക് നമുക്ക് റോഡിലേ പോകാൻ പറ്റും, മലയാണ്. അവിടെയൊക്കെ ഒത്തിരി ആനകളും ഒക്കെ നിൽപ്പുണ്ടായിരുന്നു. കപ്പലൊരെണ്ണം വന്ന് കിടപ്പുണ്ട്. ബീച്ചിൻ്റെ അപ്പുറവശത്തൊക്കെ ഒരുപാട് ആളുകൾ ഇരിപ്പുണ്ട്. ഇത് ഞങ്ങൾ അതിൻ്റെ വേറൊരു ഭാഗം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ അവിടെ വന്ന് ഇരുന്ന് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തതാണ്. വളരെ മനോഹരമായിട്ടില്ലേ? നല്ലൊരു വൈബായിരുന്നു. അവിടെ ഒരു ടയറൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് ഊഞ്ഞാലൊക്കെ ആടണമെങ്കിൽ ആടാം വെള്ളത്തിന് മുകളിൽ കൂടെ. നല്ലൊരു എക്സ്പീരിയൻസാണ്. പക്ഷെ ഒരുപാട് വെള്ളം അവിടെ ഉണ്ടായിരുന്നോണ്ട് നമ്മൾ അതിലൊന്നും പോയില്ല. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, രാവിലെ ആയിരുന്നുകൊണ്ട്. അങ്ങനെ ആ മലയുടെ ഭാഗത്തൂടെ റോഡിൽ കൂടെ കുറേ റൈഡൊക്കെ ചെയ്ത് ഞങ്ങൾ അവിടെയൊക്കെ കാണാൻ പോയി. പിന്നെ നമുക്ക് ബീച്ചിൻ്റെ വേറൊരു വൈബ് കാണണമെങ്കിൽ മണ്ണിട്ട റോഡിൽ കൂടെ, അവിടെ വണ്ടിയൊന്നും പോയില്ല, നടന്നു പോയിട്ട് കാണാനായിട്ട് ബീച്ചിൻ്റെ നല്ല ഏരിയകളൊക്കെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഇത് ഞങ്ങൾ അവിടെ നിന്ന് കുറേ ദൂരം പോയിട്ട് എടുത്ത വേറൊരു ഏരിയയാണ് ബീച്ചിൻ്റെ. ഹെൽമറ്റൊക്കെ വെച്ച് ഞങ്ങൾ സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് ഇത്. ബീച്ചിൻ്റെ വേറൊരു ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. എവിടെ നോക്കിയാലും നമുക്ക് മലയും ബീച്ചും എല്ലാമാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് രാജ്യക്കാർ വന്നിരിപ്പുണ്ട്. ഈ സമയം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഇവിടെ നമുക്ക് ഇരിക്കുമ്പോൾ കുറച്ച് ആളുകൾ, കുറച്ച് ലേഡികൾ വന്ന് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാലിൽ കെട്ടുന്ന ചരടും മുത്തുകളൊക്കെ വെച്ച്, ഇഷ്ടമുള്ള മുത്തുകൾ, ഏത് മുത്തുകളാണ് വേണ്ടത് അത് വെച്ച് കാലിൽ കെട്ടാനുള്ള ചരടും കൈ കെട്ടാനുള്ള ചരടും ഒക്കെ നമുക്ക് മുത്തുകൾ വെച്ച് കോർത്തുണ്ടാക്കിയൊക്കെ തരും. അതൊക്കെ ഒരു നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഉള്ള പോലത്തെ ഒരു വൈബായിരുന്നു അത്. അങ്ങനെ ഒരുപാട് എൻജോയ് ചെയ്യാനൊക്കെ പറ്റും. ഇത് ഞങ്ങൾ അതിന് ശേഷം റൂമിലൊക്കെ പോയിട്ട് വീണ്ടും ഞങ്ങൾ ഈവനിങ് വന്നതാണ്. എൻ്റെ പാരച്യൂട്ട് റൈഡൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇത് ഈവനിങ്ങിലാണ്. നവാക്കൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിരുന്നിട്ടാണ് ബീച്ചിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. അത് കഴിഞ്ഞ് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇരുന്നിട്ട് നോക്കും. അവിടെ പലതരം കച്ചവടക്കാർ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. കാലിൽ കെട്ടിയതും കൈ കെട്ടുന്നതൊക്കെ നമ്മളും ഉണ്ടാക്കി വെച്ചിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, ഓർത്തില്ല അപ്പോൾ നമ്മളൊന്നും. ബീച്ചിലെ ഉറക്ക ക്ഷീണത്തിൽ ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുകയാണ് നോക്ക്. മുതിർന്നവരോടൊപ്പം കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രദേശമാണിത്. ഞാൻ കാലിൽ കെട്ടിയിരിക്കുന്ന അവരെനിക്ക് ഉണ്ടാക്കി തന്നതാണ്. ഹസ്ബൻഡിൻ്റെ കയ്യിലുമുണ്ട് ചരട്, അതുപോലെ അവർ കോർത്തുണ്ടാക്കിയത്. ഒരു റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല നല്ല ബീച്ചുകൾ അവിടെ ഒരുപാടുണ്ട്. അതുപോലെ നമുക്ക് സ്കൂട്ടറിലൊക്കെ റൈഡ് ചെയ്ത് ഇങ്ങനെ പോയി കാഴ്ചകളൊക്കെ കാണാനായിട്ടും ഒക്കെ പറ്റും. അവിടെയെല്ലാം ഒത്തിരി ഷോപ്പുകൾ, ഫുഡിനാണെങ്കിലും ഒക്കെ ഒത്തിരി ഷോപ്പുകളും ഒക്കെ വഴികൾ നമുക്ക് കാണാനായിട്ട് പറ്റും. തീർത്തും ബഹളമൊന്നും ഇല്ലാത്ത ഒത്തിരി പ്ലേസും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെയൊക്കെ പോയി നമുക്ക് റിലാക്സ് ചെയ്യാം.
പപ്പയും മോനും കൂടെ ബീച്ചിൽ എൻജോയ് ചെയ്യുകയാണ്, മണലൊക്കെ വാരി. വെള്ളം വരുന്നുണ്ട്, പേടിച്ച് പോവുകയാണ്. നവാക്കിൻ്റെ കുറച്ച് കളികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്റ്റില്ലുകളുണ്ട്. അങ്ങനെ ഒരു റഷ്യക്കാരി നവാക്കിൻ്റെ കൂടെ കളിക്കാൻ എത്തിയതാണിത്. ഒരു ഓൾഡ്, അത്യാവശ്യം പ്രായമുള്ളൊരു ലേഡിയാണ്. അവരും കുറച്ച് അവരുടെ സന്തോഷ നിമിഷങ്ങളൊക്കെ നവാക്കിൻ്റെ കൂടെ കുറച്ച് ചിലവഴിക്കുകയാണ്. കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിച്ചു. അങ്ങനെ നൈറ്റ് ആകാൻ തുടങ്ങുന്നു. വീണ്ടും ഫുൾ സ്ട്രീറ്റുകളൊക്കെ ആക്റ്റീവ് ആകാൻ തുടങ്ങുന്നു. ഇവിടെ വേറൊരു വൈബ്, അവിടെ വേറൊരു വൈബ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് അവരുടെ ഫുഡ് സ്ട്രീറ്റുകളൊക്കെ നമുക്ക് അതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് കാണാനായിട്ട് പറ്റും. ഇവിടെ റിലാക്സിങ്, കാം ആൻഡ് ക്വയറ്റ് ഒരു മൂഡാണെങ്കിൽ അവിടെ വളരെ എന്താ പറയുക, ഭയങ്കര ആഘോഷവും ബഹളങ്ങളും ഒക്കെ നിറഞ്ഞൊരു വൈബാണ്. അങ്ങനെ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഉള്ളൊരു പ്ലേസാണ് തായ്ലൻഡ്. അങ്ങനെ ഞങ്ങൾ സ്ട്രീറ്റ് ഫുഡിൻ്റെ അടുത്ത് വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇത് പൊട്ടറ്റോ കൊണ്ടുള്ളൊരു വിഭവമാണ്. ഇതിന് ഒരുപാട് പേര് ക്യൂ നിൽപ്പുണ്ടായിരുന്നു ഉണ്ടാക്കി കിട്ടാൻ വേണ്ടി. ഒത്തിരി യൂറോപ്യൻസും ഒക്കെ. ഇതൊക്കെ അവർക്കും നമുക്കും ഒക്കെ അത്യാവശ്യം ഇഷ്ടപ്പെടുന്നൊരു ഡിഷാണ്. അതിൻ്റെ പേരെന്തോ പറഞ്ഞു, അതെന്തായിരുന്നു ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. ഇതൊരുപാട് മുമ്പ് യാത്ര ചെയ്ത വീഡിയോ ആണ്. ഇപ്പോഴാണ് അതൊക്കെ ഇടുന്നത്. ഒരുപാട് വീഡിയോസ് യാത്ര ചെയ്തതിൻ്റെയൊക്കെ നമുക്ക് ഇനി അപ്ലോഡ് ചെയ്യാനുണ്ട്. തുടർന്ന് എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള യാത്രാ വീഡിയോകളും മറ്റ് വീഡിയോകളും ഒക്കെ വരുന്നതായിരിക്കും. എല്ലാം വാച്ച് ചെയ്യണം. ഇത് ഇന്നലെ കഴിച്ച അതേ വിഭവം ഇഷ്ടപ്പെട്ടതുകൊണ്ട് വീണ്ടും ട്രൈ ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. ഇതിൽ ഐസ്ക്രീമും ഉണ്ട് കേട്ടോ. കരിക്കിൻ്റെ ഒപ്പം ഐസ്ക്രീമും കൂടെ വെച്ച് തരുന്നുണ്ട്. അത് ഇന്നലത്തെ കാണിച്ചപ്പോൾ പറയാൻ വിട്ടുപോയി. കൈ കെട്ടിയിരിക്കുന്ന ചരട് കണ്ട് അവർക്ക് ഓർത്ത് കൊടുത്ത ചരട്. നല്ല എൻജോയ് ചെയ്ത് നമുക്ക് ആർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും നമുക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഡിഷായിരുന്നു അത്. പാഷൻ ഫ്രൂട്ടും എല്ലാം ഉണ്ട്, മാംഗോ, അങ്ങനെ വെറൈറ്റി ഫ്രൂട്ട്സ് അവരവിടെ കട്ട് ചെയ്ത് ഇഷ്ടമുള്ളത്ര നമുക്കിട്ട് കഴിക്കാൻ പറ്റും. ഫിഷൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ രീതിയിലാണ്. ഇത് നമ്മൾ പിറ്റേന്ന് ബാങ്കോക്കിലെത്തി. അവിടുന്ന് ഫ്ലൈറ്റിന് ഞങ്ങൾ ബസ്സിന് നമുക്ക് വരാൻ 9 hours എന്തോ ഉണ്ട്. ബസ്സോ അങ്ങനെയൊക്കെ അവിടെ ബുക്ക് ചെയ്യാം, എന്നിട്ട് വരാം. ഞങ്ങൾ ഫ്ലൈറ്റിലാണ് വന്നത്. അങ്ങനെ ബാങ്കോക്കിലെത്തി. അവിടെ വന്നിട്ട് അവിടെ ശരിക്കും ഒരു ബഹളം നിറഞ്ഞ, ഞാൻ പറഞ്ഞ ഇന്ത്യ പോലെ തോന്നുന്ന ഒത്തിരി ഇന്ത്യൻസിനെയും ഒത്തിരി മറ്റ് രാജ്യക്കാരെയും ഒക്കെ കാണാനായിട്ട് പറ്റുന്ന ഒരു സ്ഥലമാണ്. ഭയങ്കര തിരക്കേറിയ സ്ഥലമാണ്. ഇതൊരു പാലസിലേക്കുള്ള യാത്രയാണ്. അവിടുന്ന് മെട്രോയിൽ വന്ന് ഞങ്ങൾ പാലസിലേക്ക് പോവുകയാണ്. ബാങ്കോക്കിൽ ഞങ്ങളധികം ഞങ്ങളുടെ ഒത്തിരി ദിവസം ചിലവഴിച്ചില്ല. ഒരു ദിവസം 2 ദിവസം എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അത് ഫുഡ് സ്ട്രീറ്റിലും അവിടുത്തെ അതുപോലെ മറ്റ് സ്ട്രീറ്റുകളിലൊക്കെ നടന്ന് പിന്നെ പാലസിൽ പോയുള്ളൂ. ആ പാലസിൽ നട്ടുച്ചയ്ക്ക് പോയ കാഴ്ചകളാണ്. നല്ല പൊരിഞ്ഞ വെയിലത്ത് നല്ല ചൂടായിരുന്നു അവിടെ. പക്ഷേ ഒരുപാട് ടൂറിസ്റ്റുകൾ നമ്മളെപ്പോലെ തന്നെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഫോട്ടോസിനൊക്കെ നല്ലത്. ഈ സമയത്ത് നല്ല ക്ലാരിറ്റിയൊക്കെ കിട്ടും നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ. വെയിലാണെങ്കിൽ നമുക്ക് വളരെ എന്താ പറയുക ചൂടാണെങ്കിലും ഇങ്ങനെയൊക്കെ ഉള്ളതിന്
നല്ലതാണ്, വീഡിയോസിനൊക്കെ നല്ലതാണ്. പാലസ് ഒരു നല്ല കാഴ്ചയായിരുന്നു. നല്ല വർക്കും കാര്യങ്ങളും ഒക്കെ അതിനുള്ളിൽ കാണാം. ഒത്തിരി നടന്ന് കാണാം, ഫോട്ടോസ് എടുക്കാം, വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല, നമുക്ക് എന്ത് ഭംഗിയോടെ അവരതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അതൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അതിനുള്ളിൽ കയറുമ്പോൾ നമുക്ക് ചെരുപ്പൊന്നും ഇടാൻ പറ്റില്ല. അതെന്തോ അവരുടെ ടെമ്പിൾ പോലെ എന്തോ ആണ്. അവിടുത്തെ കുറച്ച് സ്റ്റില്ലുകളാണ്. നൊവാക്ക് ചൂട് കൊണ്ടും ഒക്കെ മടുത്തു. അപ്പം അതിൻ്റെതായ അസ്വസ്ഥതകളൊക്കെയാണ് അതിൽ കാണാൻ പറ്റുന്നത്. അടുത്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ നല്ലതായിരുന്നു ബാങ്കോക്കിലെ. ഇതൊന്നും യൂട്യൂബിൽ ഇതുപോലെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് കരുതി എടുത്ത വീഡിയോകളല്ല. ജസ്റ്റ് നമുക്ക് വേണ്ടി എടുത്ത വീഡിയോകളായതുകൊണ്ട് ഒത്തിരി എക്സ്പ്ലനേഷനുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പ്രിപ്പയർഡ് അല്ലായിരുന്നു. ബാങ്കോക്കിൽ വന്നു കഴിഞ്ഞാൽ ഫുഡൊക്കെ നമുക്ക് തമിഴ് സ്റ്റൈൽ ഫുഡും ഒക്കെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. നല്ല നമ്മുടെ നാട്ടിലെ ഫുഡ്, തമിഴ് ഫുഡ് കഴിച്ചാൽ അത്യാവശ്യം അതൊക്കെ നമുക്ക് അറിയാലോ, നമ്മുടെ ഫുഡിൻ്റെയൊക്കെ പോലെ തന്നെ ടേസ്റ്റും ഒക്കെയാണ്. അവിടെ നല്ല ഹോട്ടലുകളൊക്കെ ഉണ്ടായിരുന്നു ബാങ്കോക്കിൽ. ഫുഡിൻ്റെ കാര്യത്തിൽ ബാങ്കോക്കിൽ വന്നാൽ നമുക്ക് ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം രുചിയോടുകൂടി കഴിക്കാൻ പറ്റും. മെട്രോയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഓട്ടോയിലാണ് പാലസിലേക്ക് പോയത്. തിരികെ ഓട്ടോയിലേക്ക് പോവുകയാണ്, മെട്രോയിലേക്ക്. കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. എല്ലാ ഫുഡ് സ്ട്രീറ്റുകളിലും നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസുകൾ, അതുപോലെ ഇതുപോലെ വഴിയോരത്തൊക്കെ നല്ല ഫ്രഷ് ജ്യൂസുകൾ, നല്ല ജ്യൂസാണ് അവിടുത്തെ ബോട്ടിലുകളിലൊക്കെ അവർ ഫ്രഷ് ആയിട്ട് വിൽക്കുന്നതൊക്കെ. ഓറഞ്ചിൻ്റെയൊക്കെ ആണെങ്കിലും ജ്യൂസ് എല്ലായിടത്തും നല്ല ചൂടായിരുന്നു. ഇത് മെട്രോയുടെ ഇതിലേക്ക് പോകുന്നതിൻ്റെ മെട്രോയുടെ ഭാഗങ്ങളൊക്കെയാണ്. ഇതിനകത്ത് തന്നെ ഇതൊരു സൂപ്പർ മാർക്കറ്റും ഒക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ഇതായിരുന്നു. ഇത് ഹോട്ടലിൻ്റെ ഭാഗത്ത് അതൊരു വീഡിയോ. ഇത് അവിടുത്തെ ബാങ്കോക്കിലെ ഫുഡ് സ്ട്രീറ്റാണ്. കോഴിയുടെ കാലൊക്കെ ഇരിക്കുന്നുണ്ടോ, അതൊക്കെ ഹസ്ബൻഡ് ട്രൈ ചെയ്തതാണ്. ഇത് വിവിധതരം ഫ്രൂട്ട്സ് അവിടെ ഉള്ളത്. ഇതാണ് അവിടുത്തെ സ്പെഷ്യലായിട്ട് ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുന്ന അവരുടെ ഓട്ടോ. നമുക്കതിൽ ഉണ്ട് ഒരുപാട് ടൂറിസ്റ്റ്, എല്ലാവരും തന്നെ അതിലൊക്കെയാണ് യാത്ര ചെയ്യുന്ന കാഴ്ചകളൊക്കെ കണ്ട്. അവിടുത്തെ സ്ട്രീറ്റ് അവിടെ ഒത്തിരി ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണ് ഡ്രസ്സുകളൊക്കെ അവർ പിന്നെ ഹോൾസെയിലായി വാങ്ങിച്ച് പല രാജ്യങ്ങളിലേക്കും, ഇന്ത്യ സഹിതമുള്ള രാജ്യങ്ങളിലേക്ക് കെട്ടുകണക്കിന് കൊണ്ടുവന്നത്. ഇത് ഞങ്ങൾ ബാങ്കോക്കിലെ എയർപോർട്ടിൽ വന്നിരിക്കുകയാണ്. തിരിച്ച് ദോഹയിലേക്കുള്ള യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പാണ്. എയർപോർട്ടിലാണ്. അവിടുത്തെ കുറച്ച് പിക്ചേഴ്സാണ്, എയർപോർട്ടിലെ ഫോട്ടോ ആണിത്. അങ്ങനെ ഞങ്ങൾ ഖത്തർ എയർവേസിൻ്റെ ഉള്ളിൽ കയറി തിരിച്ച് ഞങ്ങൾ ഖത്തറിലേക്ക് പോയി.